ലോകത്തിലെ LNG അഥവാ ദ്രവീകൃത പ്രകൃതിവാതക വിപണിയിലെ രാജാക്കന്മാരായിരുന്നു ഖത്തർ. ലോകം മുഴുവൻ ഊർജത്തിനായി ഖത്തറിന് മുന്നിൽ വരിനിന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഗൾഫ് മേഖലയെ ഗ്രസിച്ചപ്പോൾ 8ന്റെ പണി കിട്ടിയത് ഖത്തറിനാണ്. സ്വന്തം വാതകം കയറ്റുമതി ചെയ്യാൻ കഴിയാതെ പഴയ കരാറുകൾ പാലിക്കാൻ വേണ്ടി മാത്രം അമേരിക്കയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വാതകം വാങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകേണ്ട ഗതികേടിലാണ് ഇന്ന് ഈ രാജ്യം. സ്വന്തമായി ഒരു ബദൽ പൈപ്പ് ലൈൻ പോലും ഇല്ലാത്ത ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിക്കുന്നതാണ് പുറത്തുവരുന്ന ഈ പുതിയ കണക്കുകൾ. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നിന്ന് കേവലം 4 കാർഗോ വാതകം മാത്രം വാങ്ങിയ ഖത്തർ ഈ വർഷം ഇതുവരെ വാങ്ങിക്കൂട്ടിയത് 33 അമേരിക്കൻ കാർഗോകളാണ്. ഇങ്ങനെ വാങ്ങുന്ന വാതകം ഖത്തർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയല്ല, മറിച്ച് ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ കപ്പലുകളെ വഴിതിരിച്ചു വിടുകയാണ്. കരാർ ലംഘിച്ചാൽ വൻ പിഴയൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് മാത്രമാണ് ഖത്തർ ഈ ഗതികേട് സഹിക്കുന്നത്. ഖത്തർ എനർജിയാണ് ഈ വാതക വിതരണത്തിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം 5 മാസം പിന്നിടുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലായത് ഗൾഫ് രാജ്യങ്ങളാണ്. ഇതിൽ സൗദിക്കും UAEക്കും എണ്ണയും വാതകവും കടത്താൻ ഹോർമൂസ് കടലെടുക്കുക അല്ലാതെ മറ്റ് ബദൽ പൈപ്പ് ലൈനുകളുണ്ട്. എന്നാൽ ഖത്തറിന് അതില്ല. ഹോർമൂസ് തുറന്നു കിട്ടിയാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഇതിനു പുറമെ ഇറാന്റെ ആക്രമണത്തിൽ ഖത്തറിന്റെ പ്രധാന വാതക ഉൽപാദന കേന്ദ്രമായ റാസ് ലാഫിന് ഏറ്റ നാശനഷ്ടങ്ങളും അവർക്ക് കനത്ത തിരിച്ചടിയായി. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ചുരുങ്ങിയത് 5 വർഷമെടുക്കും. പ്രതിവർഷം 20,000 ദശലക്ഷം ഡോളർ അഥവാ 2,000 കോടി ഡോളറിന്റെ ഭീമമായിട്ടുള്ള ബാധ്യതയാണ് ഖത്തറിന് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെയാണ് ഈ യുദ്ധത്തിലെ അമേരിക്കയുടെ കളികൾ നമ്മൾ കാണേണ്ടത്. ഇറാനെതിരെ യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് യാതൊരു സാമ്പത്തിക നഷ്ടവുമില്ല. അവരുടെ എണ്ണയും വാതകവും വൻ വിലയ്ക്ക് വിറ്റുപോകുന്നു. കൂടാതെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് പാട്രിയറ്റ്, ഥാഡ് തുടങ്ങിയ അമേരിക്കൻ വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ വാതകത്തിന് പുറമെ ആയുധങ്ങൾ കൂടി വിറ്റഴിച്ച് ഇരട്ടി ലാഭമാണ് അമേരിക്ക ഇവിടെ കൊയ്യുന്നത്. യുദ്ധം തുടങ്ങിയ രാജ്യത്തിന് ലാഭവും അതിനിടയിൽ പെട്ടുപോയ ഖത്തറിന് കോടികളുടെ നഷ്ടവും. ഈ കണക്കുകൾ കാണുമ്പോൾ ഒരുപക്ഷെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് അമേരിക്കയാണോ എന്ന സംശയം തോന്നിയാലും കുറ്റം പറയാൻ കഴിയില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ല ഇന്ത്യ. ഗൾഫ് മേഖലയിലെ ഈ അസ്ഥിരത കൃത്യമായി മുൻകൂട്ടി കണ്ട നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കായി പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. ഇക്കാലത്തും ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയും ചൈനയും ഹോർമൂസ് പാതയെ ആശ്രയിക്കാത്ത സുരക്ഷിതമായ മറ്റു വിപണികളിലേക്ക് തങ്ങളുടെ ശ്രദ്ധ മാറ്റി തുടങ്ങി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ വിജയവും ഇത് തന്നെയാണ്. ഗൾഫിലെ യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ അത് ബാധിക്കില്ല എന്ന് ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യത്തിന് ഇതിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം.